അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ വടകപ്പുളി കറിയാണ് കേട്ടോ, വടകപ്പുളി നാരങ്ങ കറിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കിതേ നാരങ്ങ ഒരു 10 മിനിറ്റ് മുമ്പ് ഞാനൊന്ന് നല്ല ചൂട് വെള്ളത്തിൽ കശപ്പ് പോകാനായിട്ട്, അതായത് അതിൻ്റെ കയ്പ്പ് പോകാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വന്നാലോ. എനിക്ക് 2 നാരങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാവേ. നാരങ്ങകളൊക്കെ ഒരു മീഡിയം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യമായിട്ടുള്ളത് കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ഒരു 10-12 എണ്ണം എടുത്ത് കാണാം. ഒരു 4 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ മുളക് പൊടി ചേർത്തുന്നുണ്ട്, അത് കാരണം 4 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉലുവ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഞാൻ ഇതിലോട്ട് വെളുത്തുള്ളിയാണ് കേട്ടോ ചേർക്കുന്നത്. കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് 3 ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്കിതിലോട്ട് നാരങ്ങ ചേർത്താവേ. നാരങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല പഴയ പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല കറുപ്പ് കളറുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ നാരങ്ങയൊക്കെ നല്ലതുപോലെ തിളച്ച് ഒരല്പം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരെണ്ണം കേട്ടോ വെള്ളം ഞാൻ ചേർത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കായപ്പൊടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ അതായത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇന്നേക്കല്ല, എന്താ പറയുക, നമുക്ക് ഈ കറി വന്നിട്ട് പഴകും തോറും ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ. നമ്മുടെ മീൻ കറി പോലെ തന്നെ. ഇപ്പം 1-2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും കേട്ടോ. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.